ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ചൊക്കെ ഒരു വിഷമമുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നവ്യയെ ശരിക്കും പറഞ്ഞാൽ അബി അവിടെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നവ്യയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം ഉണ്ടാകുന്നതാണ്. ഇത്രയും നാളും നവ്യ അത് കാത്തിരുന്നിട്ട് അവസാനം അബി തന്നെ അങ്ങനെ ഒരു ചതി ചെയ്യുമ്പോഴേക്കും എല്ലാവർക്കും വിഷമാവാണ്. പക്ഷെ നവ്യ പാവം അറിയുന്നില്ല കേട്ടോ അബി ചതിച്ചതാണെന്നുള്ള വിവരമൊന്നും. അങ്ങനെ കുറേ സംഘർഷഭരിതമായ കാര്യങ്ങളാണ് അടുത്ത വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നടക്കാൻ പോകുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആകെ മൊത്തം നയനയോട് പെണ്ണങ്ങി അടിച്ചിരിക്കുകയാണ് ആദർശ് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നീ നിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാൻ പറയുക. അങ്ങനെ നയനയാണെങ്കിൽ ഗതി കെട്ട് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അതേസമയം ആകെ മൊത്തം ടെൻഷനായിട്ട് കനക വിളിക്കുകയാണ് ദേവയാനിയെ. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, ദേവയാനി എന്തൊരു കഷ്ടമാണ് നോക്കുക, ആദർശ് ഇപ്പം നയനമോളെ ഉപേക്ഷിച്ച മട്ടാണ്. അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഗോവിന്ദേട്ടനൊക്കെ അത് ഭയങ്കര വിഷമാണ്. എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇത് കളി കാര്യമായ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ദേവയാനി കനകയ്ക്ക് വാക്ക് കൊടുക്കുവാണേ. കനകയെ അങ്ങനൊന്നും സംഭവിക്കത്തില്ല, അതിന് ഞാൻ അനുവദിക്കില്ല. നയനമോൾ എൻ്റെ മരുമോൾ തന്നെയായിരിക്കും എന്നും. ഈ വീട്ടിൽ അവൾ എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. അത് ഞാൻ എങ്ങനെയാണേലും ആദർശിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് പറയാണ്. അപ്പം കനക പറയുന്നുണ്ട്, നയനമോൾ ആദർശിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ അവനത് അംഗീകരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. അമ്മയും മറച്ചു വെച്ചെന്നാണ് പറയുന്നത്. കനക കൂടി ആ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള വിവരം എല്ലാവരെയും ഒന്ന് അറിയിക്കണം. നയനമോൾ ഇങ്ങനെ ഇവിടെ വന്ന് നിന്നാൽ ശരിയാവില്ല. ഇപ്പോഴാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ആദർശനാണ് സപ്പോർട്ട്. നയനമോൾ ചെയ്തത് എന്തോ വലിയ തെറ്റാണെന്ന രീതിയിലാണ് അവരെല്ലാവരും സംസാരിക്കുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, കനക വിഷമിക്കാതെ, മോൾ അങ്ങോട്ട് പോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം കാണും എന്ന് തന്നെ പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അബിയാണെങ്കിൽ നന്ദാവനത്തിൽ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നവ്യയെ അങ്ങ് സോപ്പിടുന്നുണ്ട്. കാരണം അബിക്ക് അറിയാം അബിയുടെ കുഞ്ഞ് ഉടനെ തന്നെ അനന്തപുരിയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയുള്ള കൊള്ളരുതായ്മകളൊക്കെ അബി ചെയ്തു കൂട്ടുമ്പം അതിനൊക്കെ കൂട്ടു നിൽക്കാൻ നവ്യ വേണം. നവ്യയോട് നല്ല സ്നേഹമായിട്ട് പെരുമാറിയ അവളെങ്കിലും കാണും സപ്പോർട്ടിനെന്ന് അറിയാം. ബാക്കിയുള്ളവരെല്ലാം തള്ളി പറഞ്ഞാലും മുത്തശ്ശൻ അവിടെ നിന്ന് നവ്യ ഉള്ളിടത്തോളം കാലം ഇറക്കി വിടില്ലല്ലോ എന്നുള്ളൊരു ധൈര്യവും അബിക്കുണ്ട്. അങ്ങനെ ദിവസവും വന്ന് നവ്യയെ സോപ്പിട്ടുകൊണ്ടേയിരിക്കുകയാണ് അബി. ഓരോരോ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും സ്നേഹം കൊണ്ടങ്ങ് പൊതിയുകയും ഒക്കെ ചെയ്യാണ്. അതിൻ്റെ പിന്നിൽ അബി വലിയ ചതിയൊക്കെ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം വരുമ്പം തന്നെ പറയുന്നുണ്ട് ബാത്റൂമിൽ ഭയങ്കര വഴുക്കലാണ് എന്നൊക്കെ പറഞ്ഞ് കഴുകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അബിയുടെ ഭാഗം അബി ക്ലിയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നവ്യയെ അവിടെ വച്ച് ചതിക്കാനുള്ള പണിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എല്ലാവരും കൂടെ അനന്തപുരിയിൽ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ആദർശിനോട് ദേവയാനി പറയുന്നുണ്ട്, ആദർശെ നീ പോയിട്ട് നയനമോളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ അജയനും ജയനും എല്ലാവരും ഉണ്ട്, അനാമികയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയാണ്, ഞാനെന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ടത്? അവൾ ചില കാര്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വച്ചു. അതുകൊണ്ട് എനിക്ക് അവളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാത്തത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ ആദർശേ, അത്ര വലിയ പ്രശ്നമല്ലെങ്കിൽ നീ അവളെ ചെന്ന് കൂട്ടിക്കൊണ്ടു പോവാ മോനെ. ഇങ്ങനെ അവിടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നയനമോളില്ലാഞ്ഞിട്ട് ഈ വീട് ഉറങ്ങിയതുപോലെയാണ്, ഈ വീടിൻ്റെ ഐശ്വര്യം കെട്ട പോലെയാണെന്നൊക്കെ പറയണം. അപ്പോഴൊക്കെ ആദർശ് അങ്ങോട്ട് അടുക്കുന്നില്ല. ആദർശ് പറയാണ്, ഇല്ല, ഞാനെന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത്? ഞാൻ കൂട്ടിക്കൊണ്ട് വരില്ല, അവൾ എന്നോട് ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ജലജയും പറയാണ്, ആർക്കാണ് ഇത്ര നിർബന്ധം അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്? ഏടത്തിക്കാണോ നിർബന്ധം? ഏടത്തിക്ക് അവളെ കാണരുതാഞ്ഞല്ലോ, പിന്നെ എന്താ ഇപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നത്? അപ്പോൾ ആദ്യം ദേവയാനി പറയാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആദർശിന് തന്നെ നയനയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നയനയില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ലെന്ന്. അവൻ്റെ മനസ്സ് വിഷമിക്കുന്നത് എനിക്ക് കണ്ടാലറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയാം.
അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. ദേവയാനി നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അതെല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കുകയാണെന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാമല്ലോ. പക്ഷെ ദേവയാനിയുടെ കള്ളത്തരങ്ങൾ അവിടെ പൊളിക്കേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ട് തന്നെ എല്ലാവരും ആദർശിനൊപ്പം തന്നെ നിൽക്കുകയാണ്. അതേസമയം അനാമിക പറയുന്നുണ്ട്, അതെ, അവളുടെ സ്വന്തം ഇഷ്ടത്തിന് വീട്ടിലേക്ക് പോയതല്ലേ, ഇനി എന്തിനാ ആദർശേട്ടൻ പോയി കൂട്ടിക്കൊണ്ടുവരുന്നത്? ഒരു ശല്യം പോയെന്നങ്ങ് വിചാരിച്ചാൽ മതി. ആദർശേട്ടൻ നയനെ അങ്ങനെ വിടണമെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തോ ചതി ആദർശേട്ടനോട് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആദർശേട്ടൻ അങ്ങനൊന്നും ഉപേക്ഷിക്കില്ല. അവൾ എന്തോ വലിയ കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് അവൾ പോയത്. അതിനിപ്പം വല്യമ്മ വിഷമിക്കുകയൊന്നും വേണ്ട. ആദർശേട്ടനില്ലാത്ത വിഷമം വല്യമ്മയ്ക്ക് എന്തിനാ? ആദർശേട്ടൻ ഇപ്പോൾ അവിടെ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത്. പിന്നെ വല്യമ്മ എന്തിനാ വിഷമിക്കുന്നത്? അവളുടെ വീട്ടിലെങ്ങാൻ പോയി നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതെ, അനാമിക മോൾ അനിയുമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. പല ദിവസങ്ങളിലും അവൾ പിണങ്ങി വീട്ടിലേക്ക് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ പോയി നിന്നിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും അനാമിക മോൾ അനന്തപുരിയിൽ തന്നെ ഉണ്ടല്ലോ. അനി അവളോടൊന്ന് നേരെ ചോദിന് സംസാരിക്കുന്ന പോലുമില്ല. എന്നിട്ടും മോള് പിണങ്ങിപ്പോയില്ലല്ലോ. അതേസമയം ആദർശ് നയനെ കൈവെള്ളയിലല്ലേ കൊണ്ടു നടന്നത്. എന്നിട്ടും അവളുടെ ഇഷ്ടത്തിന് പോയില്ലേ. പിന്നെ ആരാ ഇനി അവളെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാനിരിക്കുന്നത്? ആദർശിൻ്റെ തീരുമാനം ശരിയാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ കുറ്റം പറയുമ്പം, നയനിയെ കുറ്റപ്പെടുത്തുമ്പം ദേവയാനിക്ക് ആകെപ്പാടെ അങ്ങ് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദേവയാനി പറയാണ്, അതെ, ഞാനൊരു സത്യം പറയട്ടെ എന്ന് പറയാം. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എല്ലാവരിൽ നിന്നും ഒരു കാര്യം മറച്ചു വെച്ചു. ആദർശിപ്പം അതിൻ്റെ പേരിലാണ് നയനയെ വീട്ടിലേക്ക് വിട്ടിരിക്കുന്നതും നയനയോട് ഈ പിണക്കമൊക്കെ കാണിക്കുന്നതും. ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ നോക്കി ഞാൻ ഒരുപാട് അലഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ കണ്ടെത്തി എൻ്റെ മരുമോള് തന്നെയാണ് എനിക്ക് കരൾ തന്നതെന്ന്. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിന് കാരണം അവൾ തന്നെയാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. അതിൽ പിന്നെ ഞാൻ നയന മോളെ എൻ്റെ മനസ്സിൽ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും അത് നയന മോളെ പോലും അറിയിച്ചില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് നയന മോളോടെല്ലാം തുറന്ന് പറയേണ്ടതായിട്ട് വന്നു. എൻ്റെ മനസ്സിൽ അവളോടുള്ള ആ സ്നേഹം അതെനിക്ക് അധികം നാൾ മറച്ചു വെക്കാൻ പറ്റിയില്ല. അവളില്ലാതെ എനിക്കിപ്പോൾ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തി. അപ്പോൾ നയനമോളോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാവരും എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് പറയാതെ എന്നെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനും ആദർശിനെയും ജയേട്ടനെയോ മുത്തശ്ശനെയൊക്കെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. അത് ഇത്രയധികം വിഷയമാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. നയന മോളോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് ആദർശിനോട് ഇതൊന്നും പറയണ്ടാന്ന്. അതുകൊണ്ട് ആ കുട്ടി ആദർശിനോട് ഇതൊന്നും പറയാതിരുന്നതും എൻ്റെ ഒപ്പം നിന്ന് നാടകം കളിച്ചതും. അതൊരു തെറ്റായിട്ടൊന്നും ആദർശി കാണരുത്. എൻ്റെ മനസ്സിൻ്റെ വിഷമം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. ഞാൻ എൻ്റെ മരുമോളെ ഞാൻ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി. അവളിപ്പോൾ എനിക്ക് മരുമോളല്ല, എൻ്റെ ജീവൻ തന്നെയാണ്. അവളില്ലാതെ എനിക്ക് ഈ അനന്തപുരി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ആദർശിനോട് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നത്. എന്നിട്ടിപ്പം എല്ലാവരും കൂടി അവളെ ഉപേക്ഷിക്കാനാ പാവമെങ്കിൽ ഞാനും ഇവിടെ കാണില്ലെന്ന് പറയണം. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പം ദേവയാനിയുടെ മനസ്സങ്ങ് തെളിഞ്ഞ് വീഴുന്ന കാണുമ്പം എല്ലാവർക്കും സന്തോഷമാവുക. മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും ജയനും അജയനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി, നീ നയനമോളെ മനസ്സിലാക്കിയെന്നും നയനമോളെ സ്നേഹിക്കുന്നുണ്ടെന്നുമുള്ള വിവരം ഞങ്ങൾക്കും മനസ്സിലായി. പക്ഷേ അത് നിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്നുള്ളത് ആദർശിൻ്റെ വാശിയായിരുന്നു. നീയും അതുപോലെ നയനയും കൂടി അവനെ പറ്റിച്ചുകൊണ്ടിരുന്നപ്പം അവന് എന്തുമാത്രം വിഷമമുണ്ടായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നയനമോളെ നീ സ്നേഹിക്കുന്ന ദിവസം വരണം എന്നാണ്. അത് നയനമോളും പലപ്പോഴായിട്ട് നയനമോളോടും അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിവരം നയനമോൾ മറച്ചു വച്ചപ്പം അവന് ഒരുപാട് വിഷമായി. അവന് നിങ്ങൾ സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് കാണാനാണ് ഒരുപാട് ഇഷ്ടം. ഇപ്പം നിൻ്റെ വായിൽ തന്നെ ഈ സത്യങ്ങളെല്ലാം വീണല്ലോ, ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ശരിയാമേ, അമ്മ ഇത് മറച്ചു വച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം അമ്മയും നയനയും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് ഞങ്ങളുടെ ജീവിതം പോകണമെന്ന് ഞാൻ എന്നും നയനയോട് പറയാറുള്ളതാണ്. എന്നിട്ടും അവൾ എന്നിൽ നിന്നത് മറച്ചു വെച്ചപ്പം ആ ഒരു ദേഷ്യമാണ് അമ്മയെ ഞാൻ കാണിച്ചത് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഉടനെ നമ്മുടെ അനാമിക പറയാണ്, അപ്പം നയനയാണോ വല്യമ്മയ്ക്ക് കരൾ തന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജയം പറയുന്നുണ്ട്, അതെ, നയനയാണ് കരൾ കൊടുത്തത് എന്ന് പറയാണ്. ഹോ, എന്നിട്ട് ഈ വിവരം എല്ലാവരോടും മറച്ചു വെച്ചല്ലോ നിങ്ങളെല്ലാവരും. നയനെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്തത്. അവൾ എന്തെങ്കിലും ലാഭം കാണാതെ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അനന്തപുരിയിലെ മുഴുവൻ സ്വത്തുക്കളുമായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ ആദർശേട്ടനും അതുപോലെ വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവളുടെ കൂടെ തന്നെ നിൽക്കും. പിന്നെ ഇനിയിപ്പം ഇവിടുത്തെ രാജാവായിട്ട് അവൾക്ക് വാഴാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമിക മോള് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ആ സമയത്ത് ദേവയാനിക്ക് കരൾ ആവശ്യമായിട്ട് വന്നപ്പം വേറെ ആരോടും ചോദിച്ചിട്ട് ആകാതെ വന്നപ്പോൾ മോള് തന്നെയാണ് പറഞ്ഞത്, ഞാനത് ചെയ്തോളാം, ആരും അറിയണ്ടെന്ന് പറഞ്ഞത്. അമ്മ കൂടി അറിയണ്ടെന്ന് മോള് പറഞ്ഞതാ. കാരണം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞാൽ പിന്നെ ദേവയാനി അതിനെ എതിർക്കുകയോ വെറുക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരുന്നേന്ന് പറയാണ്. അപ്പം ജലജയും പറയാണ്, ഈ നാടകം കളിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ എൻ്റെ ആദർശേ. ഇപ്പം നിന്റെ അമ്മയ്ക്ക് അവളില്ലാതെ പറ്റില്ലെന്നായില്ലേ. ഇനി നീ പോയി നന്ദാവനത്തിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ട് വാ, ഇവിടെ അവൾ റാണിയായിട്ട് വാഴട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, അതേ ആദർശേ, ദേവയാനിയുടെ മനസ്സ് നീ കണ്ടില്ലേ, അവൾ മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ പറയുകയും സമ്മതിക്കുകയൊക്കെ ചെയ്തില്ലേ. ഇനി എന്തിനാ നീ കാത്തു നിൽക്കുന്നത്, നീ പോയി നയനമോളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയാണ്. അപ്പം ആദർശ് പറയുന്നുണ്ട്, എല്ലാവരുടെയും താല്പര്യം അതാണെങ്കിൽ ഞാൻ പോകാം, ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. പക്ഷേ അവൾ എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചത് ഭയങ്കര വിഷമായി പോയി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് നന്ദാവനത്തിലേക്ക് പോവാണ്. നന്ദാവനത്തിൽ ആദർശ് ചെല്ലുന്ന കാണുമ്പം നയനി ഒരു പരിഭവത്തോടൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ആദർശ് പറയാണ് നയനിയോട്, നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് പറയാണ്. അപ്പം നയന് ചോദിക്കുക, അതെന്താ ഇപ്പോൾ ഒരു കൂട്ടിക്കൊണ്ട് പോകല്, ഇതിനു മുമ്പ് ഞാൻ അവിടെ നിന്ന് പോന്നപ്പം നീ നിൻ്റെ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്താ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണ് ആദർശേട്ടൻ വന്നതെങ്കിൽ വേണ്ട, ആദർശേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നലില്ലെങ്കിൽ വരണ്ട എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അതൊന്നുമല്ല, അമ്മയുടെ മനസ്സറിയണമായിരുന്നു. അമ്മയുടെ വായിൽ നിന്ന് തന്നെ നിന്നെ മനസ്സിലാക്കിയെന്നും നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നുള്ള വിവരം എനിക്കറിയണമായിരുന്നു. നീ എന്നോട് പറഞ്ഞിട്ടും അമ്മ അങ്ങനെ അഭിനയിച്ച് തകർക്കുകയായിരുന്നു. ആ അമ്മയുടെ വായിൽ നിന്ന് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാത്തു നിന്നത്. ഇപ്പോൾ അമ്മ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് പറഞ്ഞിരിക്കുകയാണ്. അമ്മ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നും നീ ഇല്ലാതെ അമ്മയ്ക്ക് പറ്റില്ലെന്നും പറഞ്ഞ് പൊട്ടിക്കരയാണ്. നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് അമ്മ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിനക്ക് വരാമെങ്കിൽ വരാം. അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും നിന്നെ പ്രതീക്ഷിച്ച് തന്നെ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് വരണമെങ്കിൽ വരാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ കനകയും ഗോവിന്ദനും നവിയൊക്കെ പറയുന്നുണ്ട്, ചെല്ലു മോളെ, നീ ചെല്ല്, ആദർശ് വന്ന് വിളിച്ചതല്ലേ. ദേവയാനി എല്ലാ സത്യങ്ങളും പറയുകയും ചെയ്തു. അനന്തപുരിയിൽ എല്ലാവരും അറിഞ്ഞു നീയും ദേവയാനും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നും ദേവയാനിക്ക് കരൾ കൊടുത്തത് നീയാണെന്നൊക്കെ ഉള്ള വിവരം. ഇനിയിപ്പം നീ എന്തിനാ മോളെ പോകാതിരിക്കുന്നത്, നീ ചെല്ല് എന്ന് പറയാണ്. അങ്ങനെ ആദർശിൻ്റെ കൂടെ നയന ബാഗൊക്കെ ആയിട്ട് ഇങ്ങ് വരികയാണ്. എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അവിടെ നയന വന്നു കഴിയുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. ഇങ്ങനെ ഒരു സമയമാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ച്, ദേവയാനി നിന്നെ മനസ്സിലാക്കി മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദിവസം എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം അനാമികയ്ക്കും ജലജയ്ക്കും ജാനകിയും ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. അനാമികയാണെങ്കിൽ പോയിട്ട് അപ്പം തന്നെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അച്ഛനെ. എന്നിട്ട് പറയാണ്, അച്ഛാ എന്ത് പറയാനാ, അടുത്ത ഒരു കാര്യം കൂടെ കിട്ടിയിട്ടുണ്ട്, അവൾക്കിവിടെ റാണിയായിട്ട് വാഴാനായിട്ട്. അപ്പോൾ ചോദിക്കുക, എന്താ മോളെ നീ എന്താ പറയുന്നത്? അതെ, ആ വല്യമ്മയ്ക്കില്ലേ കരൾ കൊടുത്തത് നയനയാ. നമ്മൾ വിചാരിച്ച പോലൊക്കെ തന്നെയാ. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ അവളായിരിക്കും കരൾ കൊടുത്തതെന്ന്. അത് വല്യമ്മ അറിയുകയും ചെയ്തു. അതുകൊണ്ട് വല്യമ്മ അവളെ സ്നേഹിക്കാനും തുടങ്ങി. കുറച്ച് നാളായിട്ട് ഇവിടെ നാടകം കളിക്കുകയായിരുന്നു രണ്ടുപേരും കൂടെ. അമ്മായിയമ്മയും മരുമകളും കൂടെ ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെറുപ്പ് അഭിനയിക്കുകയായിരുന്നു. അത് ആദർശേട്ടൻ കയ്യോടെ പോക്കി. അതുകൊണ്ടാണ് നയനയെ പറഞ്ഞ് വീട്ടിൽ വിട്ടത്. അവൾ ആ സത്യമൊന്നും ആദർശേട്ടനോട് പറയാതിരുന്നത് മോശമായി പോയില്ലേ, അതുകൊണ്ട് അവളെ പറഞ്ഞു വിട്ടത്. ഇപ്പോൾ വല്യമ്മയുടെ വായിൽ നിന്ന് തന്നെ എല്ലാവരും അത് കേട്ടു. നയനയെ സ്നേഹിക്കുന്നെന്നും നയനയില്ലാതെ അവർക്ക് പറ്റില്ലെന്നും ഇപ്പം കണ്ടില്ലേ എന്ന് പറയാണ്. ഉടനെ തന്നെ വേണു പറയാണ്, മോളെ നിനക്ക് വേണമെങ്കിൽ അന്ന് കരൾ കൊടുക്കായിരുന്നു. നീ അവർക്ക് ആ കരൾ കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് ഇന്ന് അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ കിട്ടിയേനെ. നയനയുടെ സ്ഥാനത്ത് റാണിയായിട്ട് നിനക്ക് വാഴായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായില്ലേ. മുത്തശ്ശനും മുത്തശ്ശിയും അല്ലേ തന്നെ അവളെ എടുത്ത് തലയിൽ വച്ചിരിക്കുകയാണ്. ഇപ്പൊ ദേവയാനിയും കൂടെ കൈവെള്ളയിലല്ലേ കൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ അവൾക്ക് എന്താ കുഴപ്പം? ഹോ, ഓർക്കാമല്ല അവറ്റകളുടെയൊക്കെ സമയം. അതൊക്കെ എന്തുമാത്രം നല്ലതാ. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ എങ്കിലും നമുക്ക്. അപ്പം അനാമിക പറയാണ്, അച്ഛാ ഫോണൊന്ന് കട്ട് ചെയ്തേ, എനിക്ക് നല്ല ദേഷ്യം വന്ന് ഞാനിവിടെ നിൽക്കുകയാണ്. എങ്ങനെയായാലും അവളെ ഇവിടെ നാട്ടിപ്പായിക്കണം. എന്തെങ്കിലും ഒരു ദുരന്തം അവൾക്ക് സംഭവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അനാമികയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ.
അതേസമയം ആദർശും നയനയും കൂടെ റൂമിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആദർശനോട് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ എങ്ങനെ മറച്ചു വെച്ചതിൽ ഞാൻ വീണ്ടും ആദർശേട്ടനോട് മാപ്പ് ചോദിക്കുകയാണ്. ആദർശേട്ടൻ ഇത്രയൊക്കെ ദേഷ്യപ്പെട്ട് പെരുമാറിയപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നിയെന്ന് പറയുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, അത് നയനെ ഇത്രയധികം വിശ്വാസത്തിലിരിക്കുമ്പം അങ്ങനെ ഒരു ചതി ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് പറയുക. പക്ഷേ ആദർശന് ആ പഴയ ഒരു സ്നേഹവും അടുപ്പമൊന്നും അത്രയ്ക്ക് അങ്ങ് കാണിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇനിയും അനന്തപുരിയിലേക്ക് വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അബിയുടെ കുഞ്ഞു വരികയും അനന്തപുരിയിലെ ഒരു പേരക്കുട്ടി എന്ന രീതിയിലാണ് വരാൻ പോകുന്നത്. ആ കുഞ്ഞിനെ അവിടെ വളർത്തുകയാണ്. അബിയുടേതാണെന്നൊന്നും വ്യക്തമാകുന്നില്ല കേട്ടോ. പക്ഷേ ആദർശിൻ്റെ ആണോ അബിയുടെ ആണോ അതോ വേറെ ആരുടെയെങ്കിലും ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതുപോലെ ആ കുട്ടി ചില കുറുമ്പുകളൊക്കെ ഒളിപ്പിക്കുന്നുണ്ട്. ജലജയെയും ജാനകിയും അനാമികയും ഒക്കെ വരച്ച വരയെ നിർത്തുകയാണ് ആ കുട്ടി. അതൊക്കെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ അബി അവനൊരു ചതിയനാണ്. അവൻ ചെന്ന് ബാത്റൂമൊക്കെ കഴുകി വഴുക്കലില്ലാതാക്കി ഇട്ടിട്ടൊക്കെ പോന്നല്ലോ. നവ്യയെ സ്നേഹിക്കുന്നെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അഭി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും അവൾക്കൊരു പണി കൊടുക്കണം. എൻ്റെ കുഞ്ഞു തന്നെയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. പക്ഷേ ആ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇനി അനഘ മറ്റേ കുട്ടിയെങ്കിലും കൊണ്ടുവിട്ടാൽ ആകെ മൊത്തം പ്രശ്നമാകും. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയുടെ കൂടിയേ നിൽക്കുള്ളൂ. ആ മറ്റേ കുഞ്ഞിനെ ഇറക്കി വിടുകയും ചെയ്യും. അത് പറ്റില്ല. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഒരു കുഞ്ഞെങ്കിലും ഒഴിവായി കിട്ടട്ടെ എന്നൊക്കെ വിചാരിക്കണം. അങ്ങനെ അബി വീണ്ടും ചെല്ലുകയാണ് നന്ദാവനത്തിലേക്ക്. നവ്യയോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ചിട്ട് പോരുവാണ് കേട്ടോ. വഴുക്കലിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞത് കാരണവും ഒന്നും കൂടി വൃത്തിയാക്കി ഇടാൻ അമ്മയോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോരുന്നത്. അതുകൊണ്ട് തന്നെ അബി ബാത്റൂമിൽ കയറിയിട്ട് അവിടെ നിറച്ച് സോപ്പിട് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. നവ്യ തെന്നി വീഴണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പോവാണ്. അപ്പോഴും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. നവ്യയുടെ ആരോഗ്യ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര ശ്രദ്ധ കൊടുത്തിട്ടൊക്കെ അബി പോവാണ്. പാവം നവ്യ ഇതൊന്നും അറിയുന്നില്ലല്ലോ. അതിനൊക്കെ ശേഷമാണ് കേട്ടോ നവ്യ ബാത്റൂമിലേക്ക് കയറുന്നത്. അങ്ങനെ ബാത്റൂമിൽ കയറുമ്പം നവ്യ തെന്നി അലച്ച് വീഴുകയാണ് ചെയ്യുന്നത്. നടുപിടിച്ച് വീണ് നല്ല രീതിയിൽ പരുക്കേൽക്കുക. അയ്യോ അമ്മേ ഓടി വരണേ എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ കിടന്ന് കരയാണ്, വേദന കൊണ്ട് പുളയാണ്. അപ്പോൾ ഉടനെ തന്നെ ഗോവിന്ദനും കനകയൊക്കെ ഓടി ചെല്ലുന്നുണ്ട്. കനക ചോദിക്കുക, എന്താ മോളെ എന്ത് പറ്റി നിനക്ക്? അമ്മേ ഞാനിവിടെ വീണു, എനിക്ക് തീരെ വയ്യ, നടുവനക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ കനക നെഞ്ചടിച്ച് കരയാണ്. അയ്യോ മോളെ എന്ത് സംഭവിച്ചു നിനക്ക്? നീ വീണോ? എൻ്റെ കുഞ്ഞെ നീ ഇനി എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. ഇരിക്കുമ്പോഴേക്കും മടിയിലേക്കൊക്കെ ഇങ്ങനെ കിടത്തിയിട്ട് തലോടും. അപ്പം നവ്യാണെങ്കിൽ വേദന കൊണ്ട് പൊളയാണ്. അന്നേരം വിളിച്ച് ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഒരു വണ്ടി വിളിക്കേ, മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മോൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റി. ബാത്റൂമിലാണെങ്കിൽ അവൾ തെന്നി വീണു. അഭിമോ പല പ്രാവശ്യം പറഞ്ഞ ബാത്റൂമിൽ വഴുക്കലുണ്ട് ശ്രദ്ധിക്കണമെന്ന്. ഞാൻ ഇന്ന് രാവിലെയും കൂടി അത് കഴുകിയിട്ടതാ. അതിപ്പോൾ എന്താണാവോ സംഭവിച്ചത്, ഇത്രയധികം വഴുക്കൽ, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കനകയും കരയാണ് കേട്ടോ. അതേസമയം നവ്യ പൊട്ടി കരയാണ് വേദന കൊണ്ട്. അങ്ങനെ നവ്യെ ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുപോവാണ്. നവ്യെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും തീരെ വയ്യാത്ത അവസ്ഥയിലേക്കൊക്കെ ആകുകയാണ്. അങ്ങനെ ലേബർ റൂമിലേക്കൊക്കെ കയറ്റുന്നുണ്ട്. വിളിച്ച് പറയാണ് അബിയോട് കനക. അപ്പോൾ അബിക്ക് അങ്ങ് സന്തോഷമാവാണ്. ഇതങ്ങ് പോയി കിട്ടിയല്ലോ എന്നുള്ള ഒരു ഭാവത്തിൽ അബി ചോദിക്കുകയാണ്, എന്താമ്മേ എന്താന്ന് ചോദിക്കുമ്പോൾ പറയാം, മോനെ അവൾ ബാത്റൂമിൽ തെന്നി വീണു, ദേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക, എന്താണെന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുക. അപ്പോൾ അബി ചോദിക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോ? വഴുക്കലുള്ള കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, അമ്മ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നോ, ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയിടണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, മോനെ ഞാൻ രാവിലെയും കൂടി ബാത്റൂമൊക്കെ കഴുകിയിട്ടതാ, എന്നിട്ടും എന്താ സംഭവിച്ചതെന്നറിയില്ല, നവ്യമോൾക്ക് ഇങ്ങനൊരവസ്ഥയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പൊട്ടിക്കരയാണ്. അങ്ങനെ നവ്യയും ഹോസ്പിറ്റലിലാണ്, നയനയും ആദർശും എല്ലാവരും കൂടി ഹോസ്പിറ്റലിലോട്ടൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അതേസമയം നവ്യയുടെ കുഞ്ഞ് അവിടെ വെച്ച് തന്നെ ഇല്ലാതാവുകയാണ്. അങ്ങനെ നവ്യയുടെ കുഞ്ഞ് പോയി കഴിയുമ്പോഴേക്കും അബിക്കും ജലജയ്ക്കും സന്തോഷമാവുക. അപ്പം ജലജയോട് അബി പറയുന്നുണ്ട്, അമ്മേ ഞാനിത് ഒപ്പിച്ചതാ, എനിക്കറിയായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവളീ കുഞ്ഞിനെ വെച്ച് അഹങ്കരിക്കുകയല്ലെന്ന്. അവിടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള അഹങ്കാരമായിരുന്നു, ഇതിപ്പോൾ അങ്ങ് പോയി കിട്ടിയല്ലോ, അത്രയും സമാധാനം. അപ്പോൾ ജലജ പറയാണ്, എടാ അബി നീ ഇതിപ്പോൾ എപ്പോൾ ഒപ്പിച്ചു? അമ്മ പറഞ്ഞു തരാത്ത ഒരു ഐഡിയ നിൻ്റെ മനസ്സിലുണ്ടായിരുന്നോടാ എന്ന് ചോദിക്കുകയാണ്.
അപ്പോഴേക്കും അഭി പറയാണ്, അമ്മ പറഞ്ഞു തരാതിരുന്നത് കൊണ്ട് അത് സക്സസ് ആയി. ഇനിയിപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അമ്മ എൻ്റെ കൂടെ തന്നെ നിന്നോണം. അതേസമയം അവളെ ഒഴിവാക്കാനൊന്നും പോകണ്ട, അവളും കൂടെ നിൽക്കട്ടെ, ഇനിയും നമുക്ക് ആവശ്യങ്ങളൊക്കെ വരും എന്നിങ്ങനെ അഭി ജലജയോട് പറയും. അപ്പം ജലജയ്ക്കും അഭിക്കും ഭയങ്കര സന്തോഷമായി. ബാക്കി എല്ലാവർക്കും ഭയങ്കര വിഷമാവുകയാണ് ചെയ്യുന്നത്. അനന്തപുരിയിലും നന്ദാവനത്തിലും എല്ലാവരും നവ്യയുടെ കുഞ്ഞിനെയൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇനി അനഘയുടെ കുഞ്ഞ് അഭിയുടെ കുഞ്ഞും അങ്ങോട്ട് വരുമ്പോഴേക്കും ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്